ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത ദിവസം എഡിറ്റർ ധന്യ രാജേന്ദ്രൻ, ആള് മലയാളിയാണ്, പുറത്തുവിട്ട വാർത്ത ആരെയും ഞെട്ടിക്കുന്നതാണ്. അതായത് 30ഓളം സ്വകാര്യ കമ്പനികൾ BJPക്ക് വലിയ തുക സംഭാവന നൽകുന്നതിന് മുമ്പ് തങ്ങളുടെ സ്ഥാപനങ്ങൾ ED റെയ്ഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? കള്ളപ്പണം റെയ്ഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ കമ്പനികളൊക്കെ വൻതുക BJPക്ക് സംഭാവന ചെയ്യുന്നു. അതോടെ നമ്മൾ റാംജി റാവു സ്പീക്കിംഗ് പറയുന്ന പോലെ എല്ലാ കേസുകളും കോംപ്ലിമെന്റ്സ് ആക്കുന്നു. അപ്പോൾ BJPക്ക് ലഭിക്കുന്ന ഈ വലിയ തുകയുടെ സോഴ്സ് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് MLA-മാരെയും MP-മാരെയും വില കൊടുത്ത് വാങ്ങാൻ BJPക്ക് പണം ലഭിക്കുന്നതെന്ന സോഴ്സ് മനസ്സിലായല്ലോ. ഇതൊന്നും വേണ്ട. ഇലക്ട്രൽ ബോൺസ് 2019 മുതൽ 23 വരെ ഇന്ത്യയിൽ 15,948 കോടി രൂപയുടെ ഇലക്ട്രൽ ബോൺസ്. എന്താ ഇലക്ട്രൽ ബോൺസ്? ഇലക്ട്രൽ ബോൺസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് സോഴ്സ് വ്യക്തമാക്കണ്ട എന്നാൽ കള്ളപ്പണം ഒളിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇലക്ട്രൽ ബോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് നിരോധിച്ചത്. ആ ഇലക്ട്രൽ ബോൺസിന്റെ സിംഹഭാഗവും ലഭിക്കുന്നത് BJPക്കാണ്. അപ്പൊ മനസ്സിലായല്ലോ കള്ളപ്പണക്കാരെല്ലാം കാശ് ആർക്കാ കൊടുക്കുന്നതെന്ന്. അവർ കാശ് കൊടുക്കുക, കാര്യങ്ങൾ സാധിക്കുക. ചുമ്മാല്ലോ കാശ് കൊടുക്കുന്നത്. തീർച്ചയായും പ്രതിഫലം ലഭിച്ചുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസിനും കിട്ടിയ ഒരു ചെറിയ ഭാഗം. പക്ഷെ ഉള്ളത് പറയണമല്ലോ, ഒരു പൈസ പോലും കിട്ടാത്ത ഒരേ ഒരു പാർട്ടിയുണ്ട്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് കിട്ടാത്തതാണോ, അവർ വേണ്ടെന്ന് വെച്ചതാണോ, ഇനിയും വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏതാണെങ്കിലും ഈ വലിയ സാമ്പത്തിക തിരിമറികളെല്ലാമാണ് BJPയുടെ ധനാഗമ മാർഗം എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ BJP എങ്ങനെയാണ് വൻതുകകൾ വാരി എറിഞ്ഞ് ഇലക്ഷൻ ജയിക്കുന്നത് എന്നോ ഇതിനേക്കാൾ ലളിതമായി വ്യക്തമാക്കാൻ എനിക്കറിഞ്ഞുകൂടാ.